നാരായണിന്റെ മൂന്നാൺമക്കൾ എന്നുള്ള സിനിമയില് ജോജു ജോർജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ബന്ധങ്ങൾ എഫെമറൽ ആണെന്ന്. അതായത് ക്ഷണഭങ്കുരം എന്നുള്ള ഒരു മനോഹരമായ മലയാളം വാക്കുള്ളതാണ് എഫെമറൽ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന്. അതായത് ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു നിമിഷത്തിൽ ഒരുപക്ഷെ അതില്ലാതായേക്കാം. അത് തന്നെയാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതിന്റെ ശക്തിയും അത് തന്നെയാണ്, അതിന്റെ ദൗർബല്യവും അത് തന്നെയാണ്. ഏത് പോയിന്റിൽ വെച്ചും ഒരു റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും പിന്മാറാം, ഒരാൾക്ക് ഏകപക്ഷീയമായി പിന്മാറാം എന്നുള്ളതാണ് അതിന്റെ ഒരു ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാലത്തേക്കും ഉണ്ടായിരുന്നു എന്നൊരു വാക്ക് ഒരാൾക്ക് കൊടുത്തു എന്ന് വെച്ച് എല്ലാ കാലത്തേക്കും ഉണ്ടാവണമെന്നില്ല. ഒരുപക്ഷെ ആ വ്യക്തിക്ക് അത് കഴിയണമെന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ പോലും അവരുടെ ചോയ്സ് അതാവണമെന്നില്ല. ആ ചോയ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക കൂടി ചെയ്യുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് ശരിക്കും ബ്യൂട്ടിഫുൾ ആവുന്നത്. അതിന്റെ ആ എഫെമറൽ ആയിട്ടുള്ള ക്ഷണഭങ്കുരമായിട്ടുള്ള നേച്ചർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്നത്. എപ്പോഴും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ വായു, വെളിച്ചം, വെള്ളം, ഇതൊന്നും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വാല്യൂ ചെയ്യുന്നില്ല. അതൊക്കെ ഇല്ലാതാവുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത്. റിലേഷൻഷിപ്പിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. അത് അർഹിക്കുന്ന മൂല്യം കൊടുക്കണമെന്നില്ല. അത് എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരിക്കും, എല്ലാ കാലത്തും ഉണ്ടാവില്ല എന്നൊരു ആശങ്കയോ ആകുലതയോ അല്ലെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടായേക്കില്ല എന്നൊരു ചിന്ത ഉണ്ടാവുമ്പോഴാണ്, മാല കയറുന്നില്ല, ചിന്ത ഉണ്ടാവുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നത്, അല്ലെ? അപ്പൊ ആ എഫെമറൽ ആയിട്ടുള്ള ക്ഷണഭംഗരമായിട്ടുള്ള ആ നേച്ചറോട് കൂടി തന്നെ റിലേഷൻഷിപ്പുകളെ ബ്യൂട്ടിഫുൾ ആക്കാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം.